പുതിയൊരു ബിസിനസ് ആശയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരു ബിസിനസ് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാവുന്നതാണ്. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എള്ളുണ്ട മേക്കിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ്. എള്ളുണ്ട എന്ന് പറയുന്നത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ചിലർ വീടുകളിൽ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവും, ചിലർ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ എള്ളുണ്ട എന്ന് പറയുന്നത്. മുടി വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നും കൂടിയാണിത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട്. ഇന്നത്തെ കാലത്ത് PCOD പോലെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ധാരാളം പേർ ഇത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പെൺകുട്ടികൾക്ക് ഇത് സ്ഥിരമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന പല പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമായിട്ടാണ് അവർ നൽകിയിരുന്നത്. ആരോഗ്യ ഗുണമുള്ളതുപോലെ തന്നെ ഇത് നല്ല രുചികരവുമാണ്. ഇത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതിന് വേണ്ട റാ മെറ്റീരിയൽ എന്ന് പറയുന്നത് എള്ളാണ്. എള്ള് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കടകളിൽ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും. എള്ളും ശർക്കരയും കാഷ്നട്ട്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എള്ളിന് 1 കിലോയ്ക്ക് 140 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പല പല റേറ്റിന് ഇത് വാങ്ങാൻ കിട്ടും. അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. ഓലയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നോ വാങ്ങാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇത് ഉണ്ടാക്കുന്നതിന്റെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരാഴ്ച വരെ നമുക്കിത് കേടുപാട് കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. പലരും ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ, നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് കൂടിയാണിത്. ഇതുണ്ടാക്കി നിങ്ങൾക്ക് ഓൺലൈനിലും സെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആമസോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ 350 ഗ്രാമിന് 205 രൂപയൊക്കെയാണ് വില വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ 800 ഗ്രാമിന് 1000 രൂപ, 700 രൂപ അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഒന്നുകൂടിയാണ്. നിങ്ങൾക്ക് നല്ല ലാഭം എടുക്കാനും സാധിക്കുന്ന ഒന്നാണ്. 1 കിലോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തുച്ഛമായ റേറ്റേ വരത്തുള്ളൂ. 1 കിലോ എള്ളിന് നേരത്തെ പറഞ്ഞതുപോലെ 150 രൂപ, 200 രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന എള്ളുണ്ട നിങ്ങൾക്ക് നല്ല ലാഭത്തിന് വിൽക്കാൻ സാധിക്കും. അപ്പോൾ എള്ള് തിരഞ്ഞെടുക്കുമ്പോൾ 2 ടൈപ്പ് എള്ളുണ്ട്. കറുത്തതും വെളുത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് കറുപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏതിനാണോ ഡിമാൻഡ് ഉള്ളത് അത് നോക്കി നിങ്ങൾ വാങ്ങുക. തുടക്കത്തിൽ നിങ്ങൾ 1-2 കിലോയൊക്കെ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. 1 കിലോയോ 2 കിലോയൊക്കെ വാങ്ങി നിങ്ങൾ വീട്ടിൽ വെച്ചത് ഉണ്ടാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കുക. അതായത് പൊതുവെ നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ടൈപ്പ് പാക്കറ്റുകളിൽ 8-10 ഒക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾ കടകളിൽ കൊണ്ടുപോയി അത് വിൽക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് FSSAIയുടെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതെടുത്തതിന് ശേഷം നിങ്ങളുടെ സമീപത്തുള്ള കടകളിൽ നിങ്ങൾ ഇത് വിൽക്കുക. ആദ്യം കുറച്ച് കൊടുത്തു നോക്കുക. പിന്നെ അത് സെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഓർഡറുകൾ എന്തായാലും കിട്ടും. അപ്പം ആദ്യം കുറച്ച് ലാഭം എടുത്തുകൊണ്ട് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർ വളരെ കുറവായിരിക്കും. കൂടുതലും കടകളിലൊന്നും ഇതുപോലെയുള്ള ഹോം മെയ്ഡ് ഫുഡ് ഈ ഐറ്റങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിപ്സോ ഉണ്ണിയപ്പമോ ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത്. അപ്പോൾ ഇത് മാത്രമായിട്ട് ചെയ്യാതെ അതിനോടൊപ്പം നിങ്ങൾ മറ്റെന്തെങ്കിലും കൂടി ചെയ്യാൻ ശ്രമിക്കുക. FSSAIയുടെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ധാരാളം ഐറ്റംസ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ആദ്യം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കത് ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.